ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബർ സ്മൃതിക്കെതിരെ കണ്ണൻ്റെ ജസ്ന ഉണ്ടാക്കി വെച്ച ഒരു കോലാഹലത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, സ്മൃതിയോട് പറയുകയാണ്, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ചാനൽ തുടങ്ങിയത്. ഇതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ് സ്മൃതി. അപ്പോൾ ആ കുട്ടിക്കെതിരെ ഒരു ആരോപണം ഇങ്ങനെ ഉന്നയിച്ചപ്പോഴത്തേക്ക് നമുക്കതിലൊന്നും ഒരു പുതുമയും തോന്നിയില്ല. കാരണം നമ്മൾ വിശ്വസിക്കാത്തൊരു കാര്യം കണ്ടവരുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെക്കുറിച്ചൊന്നും തോന്നാനില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ശേഷം ബാക്കി നമുക്ക് പറയാം. വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൾ മനഃപൂർവ്വം എൻ്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എൻ്റെ ഫാമിലിയെ വിഷമിപ്പിക്കാനും എന്നെ വിഷമിപ്പിക്കാനും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയത്. കേസ് കൊടുത്താലൊന്നും അവൾക്ക് പേടിയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആരുടെ അടുത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പേടിയില്ല. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അവളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ അതിന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം, നിങ്ങളും വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം, പക്ഷേ ഇതുപോലെ പറയണം. അതിനും അവൾ തയ്യാറല്ല. അപ്പോൾ ഞാനങ്ങനെ അവളെ പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സത്യസന്ധതയാണ് അവിടെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്നയെക്കുറിച്ച് ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും അവൾ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കേൾപ്പിച്ചു തരാം. കൊച്ചി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആദ്യം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണം, പ്രൈവറ്റ് ആക്കി വെച്ചോ. ബാക്കിയുള്ളതൊക്കെ തമ്മിൽ മാറ്റിക്കും. ഞാനിത് റിമൂവ് ചെയ്യും. അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞതുകൊണ്ട് മതതീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു, നോ പ്രോബ്ലം. ഇനി കംപ്ലൈൻറ്റ് ഇനിയിപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്യാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, എനിക്കൊരു വിഷയമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല. ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് സഹിതം പറഞ്ഞാൽ തിരിച്ചു പറയാൻ പോകുന്നതാണ്. അല്ലാതെ എനിക്ക് ഇതിനൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചതില്ല. മോൻ പോലും പരാതി കൊടുത്തു. അതിൽ ഈ സ്മിതയുടെ പേരുണ്ട്. ശ്രദ്ധിച്ചു ഞാൻ വേണേൽ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ ഇങ്ങനെ സങ്കടം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം സങ്കടപ്പെടേണ്ട ഒരാവശ്യവും കുട്ടിക്കില്ല. കാരണം ഇങ്ങനൊരു വീഡിയോ, റിയാക്ഷൻ വീഡിയോ, ഇത് പുതുമയൊന്നുമല്ല യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ. അതായത് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അപ്പോൾ അതിൽ വന്നിരുന്നിട്ട് കല്യാണം പോലും കഴിയാത്തൊരു വ്യാജപ്രചരണം നടത്തിയാൽ എന്ത് വിഷമമാണോ വരുന്നത് ആ വിഷമം എന്റെ ഫാമിലിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവൾ നടത്തിയ വ്യാജപ്രചരണമാണ്. നിങ്ങൾ ഇതിൻ്റെ വിഷമിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എല്ലാ പട്ടിയും കടിച്ചാൽ പേ പിടിക്കില്ല. പേ പിടിച്ച പട്ടി കടിച്ചാൽ മാത്രമേ പേ പിടിക്കുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ പേപ്പട്ടികൾ വല്ലതും വന്ന് കുരയ്ക്കുമ്പോൾ അതിനെ നമുക്ക് റിയാക്ട് ചെയ്തേ പറ്റൂ. കാരണം ഇതേപോലത്തെ വിത്തുക്കളെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇതേപോലെയുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള പേക്കൂത്ത് കാണിക്കുന്ന കുറേ എണ്ണത്തിൻ്റെ വായിൽ, അതായത് നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ അത്രയും സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങളെ പ്രതിഷേധം നിങ്ങൾ എങ്ങനെയാണ് അറിയിക്കുന്നതെന്ന് മാന്യമായ രീതിയിൽ ഞങ്ങൾ വീഡിയോസ് കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലുള്ള വിഷവിത്തുക്കളെ നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.